യൂണിറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിലേക്കുള്ള സഞ്ചാരം അഥവാ സവാരി. ഞാനും അശോക് സാഹിബും ഉമ്മറക്കുമ്പലും നാസവും ബഹുമാനപ്പെട്ട തങ്ങളും അനീസ് സാഹിബും എല്ലാവരും കൂടി യൂണിറ്റുകളിലേക്ക് അങ്ങനെ സഞ്ചരിച്ചു. ആ സഞ്ചാരം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അടിയന്തരമായിട്ട് കാണുന്നത് വെച്ചാൽ വെറുതെ ഒന്ന് കാണാൻ, ചുമ്മാ കാണാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ വെറുതെ നിങ്ങൾക്കൊന്നും കാണാം. നിങ്ങൾക്ക് വർത്തമാനങ്ങളൊന്നും അറിയാം. നിങ്ങൾക്ക് പറയാൻ വല്ലതുണ്ടെങ്കിൽ ആ വർത്തമാനങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ സ്വാഗതപ്രാസംഗം പറഞ്ഞ പോലെ ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിക്കാനുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ ഒരാളും ഇവിടെ പ്രസംഗിക്കാൻ തോന്നുന്നു. അഥവാ പ്രസംഗിക്കാണെങ്കിൽ തന്നെ ഒന്ന് പരിചയപ്പെട്ട് 2 വാക്ക് ആശംസ പറയാൻ വരുമ്പോഴത്തേക്ക് സുദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണം ഈ യോഗത്തിൽ നടത്തുന്നു. ഇത് 10ാമത്തെ യൂണിറ്റ് റൈഡ്. നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ 4-ാം തീയതിയാണ് നമ്മൾ ആരംഭിച്ചത്. അതിനുശേഷം പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും തെക്കൻ ജില്ലകളിലുമായി സഞ്ചരിച്ച് മലപ്പുറം ജില്ലയിലേക്ക് പതുക്കെ ആദ്യം ഞങ്ങൾ ആലോചിച്ചത് പെരിന്തൽമണ്ണയും മങ്കടയും തൊട്ടടുത്ത 1-2 മണ്ഡലങ്ങളും കൂടി ചേർത്തൊരു യൂണിറ്റ് റൈഡിനെ കുറിച്ചായിരുന്നു. അപ്പോഴാണ് ഫാറൂഖും അതുപോലെ നാസറും ഒക്കെ പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് നിർത്തിക്കൊള്ളാം. എല്ലാ സ്ഥലത്തും സ്വന്തമായി നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ ഇവിടെ സ്വന്തമായിട്ട് നടത്തിക്കൊള്ളാം മാത്രമല്ല, ഞങ്ങൾ മുൻകൂട്ടി ഒരു കുടുംബ സംഘം കൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ പ്രത്യേകമായിട്ടുള്ള അനുവാദം കൊടുക്കുന്ന അടിസ്ഥാനത്തിലാണ് യൂണിറ്റ് സംഗമം നടത്തുന്നത്. ഈ യൂണിറ്റ് സംഗമത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂണിറ്റുകളുടെ യൂണിറ്റുകളിൽ എന്ത് നടക്കുന്നു എന്നാൽ നേരിട്ട് കാണാൻ എസ്.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ അതിവിടെ സൂചിപ്പിച്ചതുപോലെ എസ്.പിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായി എസ്.പിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും യൂണിറ്റുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി സംസ്ഥാന നേതാക്കന്മാർ ഇതുപോലെ ഒരുമിച്ചാണ് 25 മേഖലകൾ നമ്മൾ ഇതുപോലെ യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 10ആയി, 15 കൂടി ബാക്കിയാണ്. പൊതുവെ ഇതിനെ കുറിച്ചൊരു ആക്ഷേപം എസ്.പിക്കാർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നു. നല്ലോണം അത് നല്ല ആക്ഷേപമാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും വേണ്ടാത്തരം പറഞ്ഞതല്ല. ഒരു 10-13 കൊല്ലമായി എസ്.പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ സെക്രട്ടറിയായി, പ്രസിഡന്റായി. അപ്പോൾ പൊതുവെ സഹപ്രവർത്തകർ പറയുന്ന ഒരു ആക്ഷേപം നിങ്ങൾക്ക് സ്പീഡ് അല്പം കൂടുതലാണ്. ഒന്ന് കഴിഞ്ഞ മാറുന്നുണ്ട്, അത് കഴിഞ്ഞ് മാറുന്നുണ്ട്. വളരെ വേഗത്തിലാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിന് പിന്നാലെ ഓടിയിട്ടെത്തുന്നില്ല എന്ന് സ്നേഹബുദ്ധിയ ചിലതൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഇപ്പൊ ഞാൻ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അഷ്റഫ് സാഹിബ് വന്നപ്പോ എന്നേക്കാൾ വേഗതയിലാണ് അദ്ദേഹം ഓടിക്കുന്നത്. എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ മറ്റൊരു സ്റ്റെപ്പിലേക്കൂടാണ്. ഏറ്റവും അടിത്തട്ടിൽ വരെ ചെല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെല്ലാം. ഞങ്ങൾ ഈ യൂണിറ്റ് റൈഡുമായി ചെന്ന സ്ഥലത്തൊക്കെ തന്നെ ഇങ്ങനെ ഒരുമിച്ചൊരു കൂട്ടം നേതാക്കന്മാരെ കാണുകയും എന്നാൽ അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള യൂണിറ്റുകളിലെ മുഴുവൻ പ്രവർത്തകരെയും ഒന്നിച്ച് കാണാനും ചില സ്ഥലത്തൊക്കെ ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് ആദ്യമായിട്ട് ഈ പരിപാടി നടത്തുന്നത്. 5 സ്ഥലങ്ങളിൽ കൂടി ഇതുപോലെ മലപ്പുറത്തെ 15 മണ്ഡലങ്ങളിൽ 5 സ്ഥലത്ത് കൂടി പരിപാടി വെച്ചിട്ടുണ്ട്. ഈ മാസം 19-ാം തീയതി മലപ്പുറത്ത് പരിപാടി അവസാനിക്കുന്നതോടുകൂടി കേരളത്തിലെ 2000-ൽ പരം യൂണിറ്റുകളിലെ 13,000-ൽ പരം വരുന്ന എസ്.പി ഭാരവാഹികളെ ഇൻഷാ അല്ലാഹ് എസ്.പിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളും ഒരു നോക്കെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രതികരിക്കുന്നു. അതാണ് ഈ ക്യാമ്പയിൻ. മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ വരുന്നത് നിങ്ങളെ കാണാം, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അഥവാ ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച്
നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ യൂണിറ്റിനെ നന്നാക്കാൻ വേണ്ടി നടന്ന പോലെ നമ്മളൊന്ന് സ്വയം നന്നാവണം. ഞാൻ നന്നാവണം, അഷ്റഫ് നന്നാവണം, നാസർ നന്നാവണം, ഉമ്മർ നന്നാവണം, ബിയൊക്കെ നന്നാവണം, മജീദ് ഉഷാറാവണം, അങ്ങനെ എല്ലാ നേതാക്കന്മാരൊക്കെ നന്നാവണം. അതെവിടുന്നാണ് തുടങ്ങേണ്ടത്? സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തുടങ്ങും. സംസ്ഥാന കമ്മിറ്റിയിൽ ഞങ്ങൾ തുടങ്ങി. ഞാനിത് പറയുന്നത് യൂണിറ്റ് ഭാരവാഹികൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് 25 ഭാരവാഹികളാണ്. അപ്പം നേരത്തെ അതിൽ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ദേശീയ ഭാരവാഹികളായിട്ട് കുറേ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഇനി അങ്ങനെ പാടില്ല. ദേശീയ നേതാക്കന്മാരൊക്കെ നമുക്ക് ആദരിച്ച് മറ്റൊരു പോയി കൊണ്ടുവരണം. സംസ്ഥാനത്തെ ലീഡർഷിപ്പ് എന്ന നിലക്ക് നമ്മൾ അതിന് മാത്രം നിയോഗിക്കപ്പെട്ട 25 പേരുള്ള ഒരു ബോഡി നമ്മൾ രൂപീകരിക്കണം. ആ കൂട്ടത്തിൽ ദേശീയ പ്രസിഡന്റ് കേരളീയനായതുകൊണ്ട് അദ്ദേഹത്തെ കൂടി അങ്ങനെ ഞങ്ങൾ ആ ബോഡി രൂപീകരിച്ചു. അതാണ് സംസ്ഥാന സെക്രട്ടറി. 17 ഭാരവാഹികളും 8 സെക്രട്ടറികളും. ഇവരെ മുഖ്യമായിട്ട് ജോലി എന്താണ്? നമ്മളെ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മാതൃപ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഒരുപാട് പ്രവർത്തനങ്ങൾ, വേറിട്ട പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തുകയും ഒരു അസാധാരണമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഉയർന്നിരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് സമാനമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന് സമാനമായിട്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ എന്ന് അഭിമാനത്തോടുകൂടി ഓർക്കുന്നത്. അപ്പൊ നമ്മളിൽ പലരും മുസ്ലിം ലീഗുകാരാണ്. എന്നാൽ മുസ്ലിം ലീഗുകാരെല്ലാവരും കാണുന്ന ആൾക്കാർ നമ്മൾ കൂട്ടത്തിൽ കാണും. കാരണം ഇതൊരു സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനമാണ്. നമുക്ക് മുമ്പ് ഒരു പ്രസ്ഥാനം രാജ്യത്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവരും പറയാം. ഞാൻ അതിൻ്റെ കഥകളൊന്നും പറയുന്നില്ല. മുസ്ലിം ലേബർ യൂണിയൻ എന്നായിരുന്നു ചിന്തിക്കുകയാണ്. അപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് സിന്ധി സാഹിബ് പറഞ്ഞത് തൊഴിലാളി ഇങ്ങനെ സംഘടിപ്പിക്കാൻ പാടില്ല, അതിൽ മുസ്ലിം ഒന്നോ ഹിന്ദു ഒന്നോ എന്ന വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. തൊഴിലാളിയെ സ്വതന്ത്രമായി സംഘടിപ്പിക്കണം, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം. അവരെ നിർമ്മാണ തൊഴിലാളിയായി, അങ്കനവാടിക്കാരായി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മോട്ടോർ തൊഴിലാളികളായി ആ രീതിയിൽ അവരെ വ്യത്യസ്തമായ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംഘടിപ്പിക്കും. അപ്പൊ അതിനെന്ത് വേണം? മുസ്ലിം ലേബർ തിരിച്ചു. അങ്ങനെ 56-ൽ മുസ്ലിം ലീഗ് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1957-ൽ SP എന്ന് പറയുന്ന നമ്മുടെ സംഘടന രൂപീകൃതമായത്. മുസ്ലിം ലീഗിന്റെ കീഴിലാണെങ്കിൽ ഒരുപാട് മോർച്ച പ്രസ്ഥാനങ്ങളുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ഏതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പരിച്ഛേദമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിലൊക്കെ എണ്ണുമ്പോൾ എന്നാൽ എങ്ങനെയാണ് യൂത്ത് ലീഗ്, MSF, വനിതാ ലീഗ്, ചിലപ്പോൾ അതിനിടയ്ക്ക് ചിലരെ എണ്ണും SP, വനിതാ ലീഗ് അങ്ങനെ ഉണ്ടു. ഞങ്ങളൊക്കെ മുമ്പണ്ടിയിരുന്നത് അങ്ങനെയല്ല. കാരണം ഞാൻ അടുത്ത് കാലത്തോടെ എത്തിയ ഒരാളാണ്. ഞങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. ഞങ്ങൾ എണ്ണുമ്പോൾ തൊഴിലാളി, കർഷകൻ, യുവജനം, വിദ്യാർത്ഥി, മഹിള അങ്ങനെ നമ്മുടെ പ്രസ്ഥാനം വേറിട്ട പ്രസ്ഥാനമാണ്. അപ്പൊ മുസ്ലിം യൂത്ത് ലീഗ് നേരിട്ട പ്രസ്ഥാനം, MSF നേരിട്ട പ്രസ്ഥാനം, മുസ്ലിം വനിതാ ലീഗ് അതുപോലെ തന്നെ പ്രസ്ഥാനം. പിന്നെ വരുന്ന പോഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത വിഭാഗം ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് അംഗീകരിച്ച അതിന്റെ പോഷ പ്രസ്ഥാനങ്ങളാണ്. അതിൽപ്പെട്ടതാണ് നമ്മൾ. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ സവിശേഷത എന്താണ്? നമ്മുടെ സവിശേഷത എന്ന് പറയുന്നത് എല്ലാവരും അടങ്ങുന്നതാണ് സ്വന്തം തൊഴിലാളികളെ. ഇതിൽ മുസ്ലിങ്ങൾ കാണും, ഹിന്ദുക്കൾ കാണും, ആണുണ്ടാവും, പെണ്ണുണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ട ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ എല്ലാ സംഘടനയിലും പോയി അന്വേഷിച്ച ചിലപ്പോൾ അങ്ങനെ കണ്ടുകൊള്ളുന്നത്. അങ്ങനെ സംഘടിപ്പിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ ഈ സംഘടന നിർവഹിക്കുന്നത്. അങ്ങനെ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട പണി എന്താണ്? SP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് എന്നെ ഏൽപ്പിച്ച പണി? ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഞാൻ ഇന്നതൊക്കെ ആണെന്ന് അറിയാൻ വേണ്ടി പറയലട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അച്ചടക്ക സമിതി അംഗമാണ്. കേരളത്തിലെ വനിതാ ലീഗിന്റെ ചുമതലക്കാരനാണ്. ഇതിനൊക്കെ പുറമെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ചുമതലക്കാരനാണ്. അതിന് പുറമെയാണ് SP-യുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചത്. എന്നാൽ എൻ്റെ മുഖ്യ ചുമതല എന്താണ്?
എൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് സ്വതന്ത്ര തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കേരളത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരെ നമ്മുടെ വാദപ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കണ്ണിയായി പ്രവർത്തിക്കണം എന്നതാണ് എൻ്റെ ചുമതല. അപ്പൊ ഞങ്ങൾ ആലോചിച്ചത് ഞാൻ പോയി അത് പറയാനായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യ ചുമതല ഇതായി ഏറ്റെടുക്കുന്ന ആൾക്കാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിക്കുമ്പോൾ ചിലർ പറയും ഇന്ന് അവിടെ മറ്റേ പരിപാടിയുണ്ട്, അല്ലെങ്കിൽ വേറെ പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന കമ്മിറ്റി ഉണ്ട്, ഇന്ന റിലീഫ് ഉണ്ട്, അതൊക്കെ ആയിക്കൊള്ളട്ടെ, അതൊന്നും കുഴപ്പമില്ല. എസ് പിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചാൽ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഞാൻ പോകും എന്ന് ഉറപ്പുള്ളവരെ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കാൻ പാടില്ല. കാരണം അവരെ പണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ എല്ലാ മാസം ഞങ്ങൾ കമ്മിറ്റി കൊടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മുറക്കുമ്പോൾ മൂപ്പര ക്ലാസ് മേശപ്പുറത്ത് വെക്കണം, നാസർ മൂപ്പര ക്ലാസ് വെക്കണം, മജീദും തമ്പറും വെക്കണം, അഷ്റഫ് വെക്കണം, ഞാൻ വെക്കണം, ഞങ്ങളൊക്കെ വെക്കണം. എന്താ കടലാസ്? ഒരു മാസം ഞാൻ ഈ എസ് പിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് അതിൽ. അത് വളരെ കർശനം. ആ പരിശോധന നമുക്ക് തോന്നുന്ന ഒരാള് കൃത്യമായിട്ട് എസ് പിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീരുമാനം മൂപ്പർക്ക് പറ്റിയ പണിയുണ്ടെങ്കിൽ പണി. അത് മൂപ്പര് വേറെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അങ്ങനെ വേറെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തം നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ കേരളത്തിലെ അംഗസംഖ്യ എത്ര നിങ്ങൾക്ക്? കേരളത്തിലെ എസ് പിന്റെ അംഗസംഖ്യ എത്രയായിട്ടുണ്ടാവും? ഏതൊരാളെന്ന് പറയും എത്രയായിട്ടുണ്ടാവും അംഗസംഖ്യ? ഏതാണ്ട് 2.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനമായി 36 മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനമായിരുന്നു മാറിയിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായിരുന്നു മാറിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് കൃത്യമായിട്ട് ഞങ്ങൾ ഇതിന് തന്നെ പണിയെടുക്കും എന്ന് പറയുന്ന 25 ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രയാസം ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് ആ 25 പേരെന്താവണം? ആ 25 പേര് കർശനമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞാനിന്നിങ്ങനെ ആലോചിച്ച് മുറക്കുമ്പോൾ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളിയില്ല, മുമ്പെന്ന് പറയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഇരിപ്പിന്റെ അർത്ഥം എന്താ? ഇരിപ്പിന്റെ അർത്ഥം എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ആദ്യത്തെ ഒരാളാണ് മുമ്പെത്തുന്നത്. അപ്പൊ എന്താണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. തങ്ങൾ വന്നിട്ടുണ്ട്, മജീദ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നാസർ സാഹിബുണ്ട്, അഷ്റഫുണ്ട്. ഒരു ഉത്തരവാദിത്തം നടപ്പെടുന്നത് നടക്കുന്നറിയണം. അങ്ങനെ ആ പരിശോധന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇനി അടുത്തത് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ പരിശോധിക്കാം. 5 മേഖലകളിൽ, കേരളത്തിലെ 5 മേഖലകളിൽ ഞങ്ങൾ 14 ജില്ലയിൽ ഭാരവാഹികൾ വിളിച്ചു. അവിടെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അവരോട് അവരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതിനെ കുറിച്ച് അവരുമായി നേരിട്ട് സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. ചില സ്ഥലത്തൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ അതോടുകൂടി ജില്ലാ ഭാരവാഹിത്വം നഷ്ടപ്പെട്ട ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പാണ് ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഓരോ യോഗമൊക്കെ നടന്നു, വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നു. അങ്ങനെ വന്ന അവസാനം ആ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം നടന്ന ഒരു കമ്മിറ്റിയിലും അദ്ദേഹം വന്നിട്ടില്ല. ഞങ്ങൾ പോയ കമ്മിറ്റിയിലും വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ അദ്ദേഹം ഉത്തരവിറക്കി. അയാൾ ഈ കമ്മിറ്റിയിൽ തൽക്കാലം നമ്മൾ ഒഴിവാക്കി വേറെ ഉത്തരവാദിത്വം മൂപ്പർക്ക് പറ്റുന്നൊരു ഉത്തരവാദിത്വം, ഈ ഉത്തരവാദിത്വം മൂപ്പർക്ക് പറ്റില്ല മനസ്സിലായി. അപ്പൊ ആ ഉത്തരവാദിത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ജില്ലാ കമ്മിറ്റികളെ, കേരളത്തിലെ 14 ജില്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനത്തെ കുറിച്ച് കുറെ കൂടി ഗൗരവത്തോടു കൂടി ഒരു പരിശോധന നടത്തി. ഞങ്ങൾ ആ പരിശോധന പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളാണെങ്കിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമായിരിക്കും. ഈ പെരിന്തൽമണ്ണ പട്ടണമൊക്കെ അതിൻ്റെ ആദ്യത്തെ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുള്ള കേന്ദ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നറിയില്ല, ബീഡി തൊഴിലാളികളെ നമ്മൾ ആദ്യം സംഘടിപ്പിച്ചിരുന്നു. ഈ കൂട്ടത്തിൽ ബീഡി കണ്ടെത്ത ആൾക്കാർ, ബീഡി ഉണ്ട ആൾക്കാർ. നിങ്ങളാരും ബീഡി കണ്ടിട്ടില്ലല്ലോ? കണ്ടു അത് കയ്യിൽ നല്ല മനസ്സിലാവുള്ളൂ. വീടിക്കമ്പി എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. പെരിന്തൽമണ്ണയിൽ വീടിക്കമ്പി എനിക്കറിയാം. ഞാനിപ്പോ എൻ്റെ കുട്ടിക്കാലത്തിന്റെ വലിയ
അന്ന് ആണ് പെണ്ണൊക്കെ പ്രത്യേകിച്ച് പഴയ സ്ത്രീകളൊക്കെ വീട് വെച്ച് ഇന്ന് വീട് വലിക്കുന്ന പെണ്ണുങ്ങൾ, വീട് വലിക്കുന്ന ആണുങ്ങളാണ് തന്നെ പോകുന്നത്. വീട് വ്യവസായം തന്നെ ഏതാണ്ട് പോയി. ഇപ്പൊ വീട് വ്യവസായത്തെ കാണാൻ സാധിക്കും. ഞാൻ അരീക്കോടാണ് ജനിച്ചത്. അരീക്കോടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിരുന്നത് ആ ഉദയ ബീഡി കമ്പനി നിന്നിട്ട് ഒന്നായിട്ടൊരു അടക്കം അസിസ്റ്റ് തൊഴിലാളികളാണ്. ഓരോ മുദ്രാവാക്യം കേട്ടിട്ടാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് വളർന്നത്. ഇന്ന് ആ തൊഴിലാളികളെ കാണാൻ പറ്റില്ല. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച് നമ്മളെ പ്രവർത്തനം ഈ 67 കൊല്ലം കഴിഞ്ഞപ്പോ നമ്മൾ എവിടെ എത്തിയത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പെരിന്തൽമണ്ണയിലിപ്പോ അഷ്റഫ് സാഹിബിന്റെ കണക്കനുസരിച്ച് അദ്ദേഹം പറയുന്നു എത്ര 10-12 അല്ലെ 10 മേഖലകളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ബാക്കി 16-26 മേഖലയുടെ കേരളത്തിൽ നമ്മൾ 36 മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലത് ഇവിടെ ഉണ്ടാവില്ല നമുക്ക്. കാരണം പിന്നെ കശുവണ്ടി തൊഴിലാളി ചിലപ്പോൾ ഉണ്ടാവില്ല, കയർ തൊഴിലാളി ചിലപ്പോൾ ഉണ്ടാവില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല. അത് മാറ്റിവെച്ചാൽ കുറെ ഉണ്ടാവണ്ടേ. ഞാൻ പറഞ്ഞു വന്നത് ബീഡി തൊഴിലാളി എന്ന് പറയുന്ന തൊഴിലാളി ഇല്ലാതെയായപ്പോ പുതിയ തൊഴിലാളി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരാരാ സംഘടിപ്പിക്കേണ്ടത്? അവരെ സംഘടിപ്പിക്കേണ്ടത് നിങ്ങളാണ്. നമ്മുടെ സംഘടന പണ്ടത്തെ പോലെ മതിയാവില്ല. പുതിയ മേഖലകളിലേക്ക് പുതിയ തൊഴിലാളിയെ കണ്ടെത്തി അവരെ സംഘടിപ്പിക്കുന്ന സംഘാടനത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്നേ പറ്റൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തൊഴിൽ മേഖല വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പണ്ട് കണ്ട തൊഴിലാളിയെല്ലാം നമ്മളൊന്ന് കാണുന്നത്. ഞാൻ ഈ സ്ത്രീകളുള്ള സ്ഥലത്തൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ രാവിലെ നീറ്റങ്ങൾ മുറത്ത് നിൽക്കുമ്പോൾ ധാരാളം സ്ത്രീകൾ നല്ല വസ്ത്രം ധരിച്ച് ഒരു വാനിറ്റി ബാഗൊക്കെ തോന്നിട്ട് നല്ല ജോലിക്ക് പോകുന്ന പോലെ പോകുന്നുണ്ടോ? വരും എല്ലാവരും വല്ല ഓഫീസിൽ പോവാം ആണോ? അല്ലല്ലോ. ഏതെങ്കിലും വീട്ടിൽ പണിക്ക് പോയി കണ്ടാൽ നമുക്ക് അവരെ മനസ്സിലാവില്ല. ഞാൻ ആ തൊഴിലിനെ കുറച്ച് കാണില്ല, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പണ്ട് ആ സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നാൽ നിങ്ങളെന്താ കൊടുത്തിരുന്നത്? പോണപ്പോക്കിൽ പഴയ ചോറ കഞ്ഞിയിൽ കുട്ടിയെ കൊടുത്താൽ അങ്ങനെയില്ലേ? നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ തിന്നാത്തിട്ട് അത് ഏർപ്പെടുത്തി കൊടുക്കും. പഴയ തൊഴിൽക്കുപ്പായൊക്കെ കൊടുക്കും, ഒരു 10 റുപ്യ കൊടുക്കും. 10 റുപ്യ പോയിട്ട് ഒരു മാസത്തിൽ 15,000-20,000 റുപ്യ കൊടുത്താലും വീട്ടു പേരെ താളെ കിട്ടുന്നില്ല. ആ ജോലിയുടെ മഹാത്മ്യവും അതിന്റെ പരിപാലനതയും ഒക്കെ തന്നെ വളരെ വളരെ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ്. അവരുടെ സർക്കാർ ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ വീട്ടിൽ പണിക്കൊരു സ്ത്രീയെ വിളിക്കുമ്പോ അത് പറ്റില്ല എന്നൊരു പറഞ്ഞത് തരും. ഞാനിപ്പോ ഇവിടെ പറയാൻ പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ മാസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരാളെ കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഏതൊരു സ്ത്രീ എന്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, മാസം 15,000 പെട്ടെന്ന്. അപ്പൊ ആ സ്ത്രീ അറിയുന്ന ഒരു സ്ത്രീ പറഞ്ഞു അതൊന്നും കൊടുക്കണ്ട കേട്ടോ, കൊടുക്കണ്ടെന്ന് അവർക്ക് പറയാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആളെ കിട്ടൂല. എന്താ പറയാൻ എന്താ കാരണം? ആദ്യം പറയാൻ പറ്റും എനിക്ക് 15,000 കിട്ടണം എന്ന് അവര് പറയാൻ എന്താ കാരണം? എന്താ കാരണം? സർക്കാർ അവർക്ക് കൂലി ചെയ്തു. വീടിൽ അടിച്ചു പോയാണെങ്കിൽ വസ്ത്രം മാറ്റി കൊടുക്കണമെങ്കിൽ വീട് കഴുകി വൃത്തിയാക്കണമെങ്കിൽ അത് സർക്കാർ നിശ്ചയിച്ചതാണ്. അങ്ങനെ വരുമ്പോ അതൊരു പുതിയ തൊഴിലാളി മാറി, ആ തൊഴിലിനോട് മാറി വരുന്നു. ഇപ്പോ നിങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പഴയ പാർട്ടി ഇരുമ്പും ഒക്കെ തീർക്കാൻ വരുന്ന ആക്രി തൊഴിലാളികളെ കാണുന്നുണ്ടോ? അല്ലേ? ആക്രി വെക്കുന്ന ആൾക്കാരല്ലേ? നമ്മളിങ്ങനെ നോക്കും, ഒരു വാറ വല്ല പെറുക്കിക്കൊണ്ടുപോകണമെന്ന് നോക്കുന്നത്. സത്യത്തിൽ ഈ ആക്രി തൊഴിലാളി എന്ന് പറയുന്ന തൊഴിലാളി കേരളത്തിൽ നിന്ന് സർക്കാർ അംഗീകരിച്ച തൊഴിലാളിയാണ്. ഈ പറഞ്ഞ 2 കൂട്ടം ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടുവേലൊക്കെ പോകുന്നവർക്കും അതുപോലെ തന്നെ ഈ ആക്രി തൊഴിലാളികൾക്കും ഒക്കെ തന്നെ കേരളത്തിൽ ക്ഷേമനിധി ഉണ്ട്. ആ ക്ഷേമനിധിയുടെ പേരെന്താവും? ആ ക്ഷേമനിധിയുടെ പേരാണ് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ്. ആ ബോർഡിൽ കേരളത്തിൽ STUവിന്റെ അംഗമുണ്ട്. അതിന്റെ സംസ്ഥാന പ്രദേശ സമിതിയിൽ STUവിന്റെ അംഗമുണ്ട്. നിങ്ങൾ ആരെങ്കിലും മൂപ്പരെ കണ്ടുണ്ടോ? കണ്ടുണ്ടോ? ആരുണ്ട്? STUവിന്റെ പ്രതിനിധി ആ കൂട്ടത്തിലുണ്ട്. കേരളത്തിൽ അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡ് എന്ന് പറയുന്ന 90 വിഭാഗം ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് അംഗമായി ചേരാൻ പറ്റുന്ന പുതിയ ക്ഷേമനിധി, ഇനി വീണ്ടും ശക്തിപ്പെടാൻ പോകുന്ന ക്ഷേമനിധി, അതിൽ കേരളത്തിൽ STUവിന്റെ പ്രതിനിധി ഉണ്ട്.
നാസറായിട്ടില്ല, നാസറിന് യോഗ്യനാണ്, ആയിട്ടില്ല. ആയാളുണ്ട് കോട്ടെ ഈ സ്റ്റേജിൽ ഉണ്ടെന്ന് നമ്മൾ പറയും. ക്ലൂ ആണ് കേട്ടൻ KP 5970 മാറ്റി കൊടുക്കണം പറയുന്നത്. അയാൾ ആരും കേട്ടിട്ടുണ്ടോ? SUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ആളാണ്. അതിന്റെ മുമ്പത്തെ ആള് റഹ്മത്തുള്ള ആളായിരുന്നു, മുഖ്യമായിട്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ ക്ഷേമത വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൂചിപ്പിച്ച കാര്യം എന്താണ്? പണ്ടത്തത് പോലെ പണ്ടത്തെ മേഖലകൾ മാത്രമല്ല തൊഴിൽ മേഖലകളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിറ്റുകളുടെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് യൂണിറ്റ് ഭാരവാഹികളെ നേരിട്ട് കാണണം എന്നത് തീരുമാനിച്ചത്. അങ്ങനെ യൂണിറ്റ് ഭാരവാഹികളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യം ഇവിടെ പറയാം. നമ്മൾ തമ്മിലൊക്കെ ഒരു മാനസികമായ ഒരു പൊരുത്തം. ഞാൻ STയുടെ എല്ലാ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരും പറയാറുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കന്മാരും പറയാറുണ്ട്, നമ്മളിങ്ങനെ യാന്ത്രികമായി കമ്മിറ്റി കൂടി പിരിഞ്ഞു പോകുന്നതല്ലാതെ ഇത് കഷ്ടപ്പെടുന്ന വരുന്നതെന്ന് അറിയില്ല, മജീദൊക്കെ പോടുന്നത് അറിയില്ല, തങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഇന്ന് ഈ പണിക്ക് പറ്റൂല എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. തങ്ങളെ നല്ലോണം പഠിക്കണം, അഷ്റഫിനെ കുറിച്ച് പഠിക്കണം, മജീദിനെ കുറിച്ച് പഠിക്കണം, നാസറിനെ കുറിച്ച് പഠിക്കണം. തന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ തന്റെ ചുറ്റും നിൽക്കുന്ന സഹപ്രവർത്തകർ എന്താണ്, എങ്ങനെയാണ് എന്ന് നല്ലോണം പഠിച്ചാലേ നമുക്കൊരു ടീം വർക്ക് ഉണ്ടാവും. ഇതൊരു ടീം വർക്കാണ്. അത് സംസ്ഥാനത്തും വേണം, ജില്ലയിലും വേണം. നിങ്ങളിപ്പോ ഇവിടെ വന്ന ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയത് ഒന്നപ്പുറത്തുള്ള പിന്നെ എന്താണ് ചന്ദ്രകനോടും അല്ലെങ്കിൽ പാത്തുമാനോടും ആശനോടും ഒന്ന് പരിചയം. എന്നൊരു ചോദ്യം, നിങ്ങൾ എവിടുന്നാ വരുന്നത്, നിങ്ങളെ ഭർത്താവ് ഏത് ജോലിക്കാ പോകുന്നത്, നിങ്ങളെ സ്ഥലം. അങ്ങനെ നിങ്ങൾ തമ്മിലുണ്ടാവേണ്ട ഒരു മാനസികമായ അടുപ്പുണ്ട്, ഒരു ബന്ധം. ആ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം 4-5 മണിയോട് കൂടി ഒരു നല്ല കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. ഞാൻ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജില്ലാ നേതാക്കന്മാരെയും മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും നിങ്ങൾ എല്ലാവരെയും ആ കാര്യത്തിൽ നന്ദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോലികളുടെ പ്രവർത്തനത്തിൽ എന്തെല്ലാം കാതലായ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാം, ഞങ്ങൾക്കറിയുന്ന കാര്യം നിങ്ങൾ പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തുക. എന്തിനാണ് യൂണിറ്റ് ഭാരവാഹികളെ കാണുന്നത് എന്ന് തീരുമാനിച്ചാൽ തൊഴിലാളികളുമായി നിരന്തര ബന്ധം പുലർത്തുന്നതാണ്. ഞങ്ങൾക്ക് അവരെ നിങ്ങളെ കാണുന്നു. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിലെ ഭാഗമാണ്. അതുകൊണ്ട് ആ യൂണിറ്റുകളെ ശാക്തീകരിക്കുക, അതിനെ കൂടുതൽ കരുത്തുറ്റ സംഘടനയാക്കി മാറ്റുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിമത്തായ തൊഴിലാളി പ്രസ്ഥാനമായി നാം മാറേണ്ടതുണ്ട്. നമ്മൾ മാറിയിട്ടുണ്ട്, നമ്മൾ ശക്തിപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വളരുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു തൊഴിലാളി പ്രസ്ഥാനമാണ് STU എന്നൊക്കെ പറയുന്ന ചില സ്ത്രീധന്മാരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ പറയുന്നത്. നമ്മൾ എത്തേണ്ട ഒരു സ്ഥലത്തും നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഒരുപാട് ദൂരം നടന്നു പോന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വീടി തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടങ്ങിയത് 36 മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കണം. ഇനിയും കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് വിപത്തുകളുണ്ട്. ആ വിപത്തുകൾ നേരിടാൻ നമുക്ക് സാധിക്കാതെ. ഞാൻ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്താവട്ടെ ഈ 2 സർക്കാരുകളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾ, തൊഴിലാളി വിരുദ്ധമായ തീരുമാനങ്ങൾ, ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ഏത് വർഗീയതയാണ് താലോലിക്കാൻ നല്ലത്, ആ വർഗീയത താലോലിച്ചുകൊണ്ട് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിൽ മാറി മാറി വർഗീയതയെ താലോലിക്കുക. അതൊരു ഘട്ടത്തിൽ ഹിന്ദു വർഗീയവാദത്തെയാണെങ്കിൽ അതിനെ താലോലിക്കുക. ഇപ്പുറത്ത് ന്യൂനപക്ഷ തീവ്രവാദത്തെയും ആ പ്രസ്ഥാനങ്ങളെയുമാണെങ്കിൽ അതിനെ താലോലിക്കുക. അവസരത്തിലൊത്ത് അതിനെ താലോലിച്ച് വളർത്തി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന് ആപത്താണ്. അത്യന്തം അപകടകരമാണ് കേരളത്തിലെ സ്ഥിതി. ഇന്ന് ക്രിസ്മസ് ആണ് കേരളത്തിൽ. നമുക്ക് ലോകത്താകെ
ക്രിസ്മസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്രിസ്മസ് ദിനത്തിൽ പോലും നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി വലിയ ബിഷപ്പുമാരൊക്കെ പോയി കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് ബിഷപ്പുമാരെ കാണുകയും അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുകയും ഇപ്പുറത്ത് മണിപ്പൂരിലും വടക്കേ സംസ്ഥാനങ്ങളിലും അവർ ആരാധനാലയങ്ങൾക്ക് തീവെക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ രാജ്യം ഇരിക്കുന്നത്. കേരളത്തിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ പരാജയം. ആ പരാജയത്തെ തുടർന്ന് അവർക്ക് അനുകൂലമായ നിന്ദിത വിഭാഗം അവർക്കെതിരായി മാറി എന്നുള്ളത് കൊണ്ട് അവരാക്ഷേപിക്കുക, ഇപ്പുറത്തെ ജനവിഭാഗത്തെ പിടികൂടാൻ ശ്രമിക്കുക. അങ്ങനെ വർഗീയതയെ മാറി മാറി തലവെക്കുന്ന ഈ ഗവൺമെന്റുകൾ, അതിന്റെ നടപടികൾ, അതിന്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവപ്പെടുന്ന നമ്മൾക്കാണ്, തൊഴിലാളികൾക്ക്. അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും ജാഗ്രതയോടുകൂടി ഈ സാഹചര്യങ്ങൾ നോക്കിക്കാണുന്നത്. അതെല്ലാം നോക്കിക്കാണണമെങ്കിൽ നമ്മുടെ യൂണിറ്റുകളെ, നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ ശക്തിയെ, അതിനെ കൂടുതൽ ശാക്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് യൂണിറ്റ് റൈഡ് എന്ന് പറയുന്ന ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇതിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന എസ് നേതാക്കന്മാർ ഈ കൂട്ടത്തിൽ കാണും. മുന്നിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരടക്കം ഒരുപാട് ആൾക്കാർ ദീർഘകാലമായി ഈ രംഗത്തുള്ളവരാണ്. എന്തെങ്കിലും ഒരു സമയത്ത് എസ് ടിയുടെ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും നിങ്ങളൊന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാനുണ്ടോ? യൂണിറ്റിലെ ഭാരവാഹികളെ കാണാൻ എന്നാ വന്നേ? സംസ്ഥാന സമ്മേളനം ഉദ്ദേശിച്ചത് യൂണിറ്റിലെ ഭാരവാഹികളെ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിലെ 13,000-ഓളം വരുന്ന യൂണിറ്റ് ഭാരവാഹികളെ ഒന്ന് പോയി കാണുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഏതെങ്കിലും കാലത്ത് സംസ്ഥാന നേതൃത്വം താഴേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് ഇതൊരു തുടർച്ചയാണ്. ഞങ്ങൾ ഇപ്പോൾ വന്നത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാനാണ്. ഞങ്ങൾ ഈ വരുന്ന 31-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഫെഡറേഷന്റെ യൂണിറ്റുകൾ നേരിട്ട് പോയി കണ്ട് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ നന്മകളും തീർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ജയിക്കുന്നു. അടുത്തായിക്കൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എ കെ നാസർ സാഹിബ് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള അധ്യക്ഷൻ ഉസ്മാൻ സാഹിബ്, ഉദ്ഘാടനം നിർവഹിച്ച സാഹിബ്, പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നല്ലവരായ സദസ്സിലെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇവിടെ യൂണിറ്റ് റൈഡ് എന്ന ഒരു പദ്ധതിയുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മണ്ഡലാടിസ്ഥാനത്തിൽ പോഷക ഘടകങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുമ്പോൾ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായ രീതിയിൽ നടത്തുന്ന ഒരു പോഷക ഘടകമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നത്. എന്താണ് ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. റഹ്മത്തുള്ളാഹി സാഹിബ് ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ സാധ്യമാകുന്ന അത്ര ഫെഡറേഷനുകൾ സജീവമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതനുസരിച്ച് 10 ഫെഡറേഷനുകളാണ് സജീവമായിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു 5, 6, 7 ഒക്കെ ഫെഡറേഷനുകൾ കൂടി സജീവമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു സൂചനയാണ് റഹ്മത്തുള്ളാഹി സാഹിബിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ യൂണിറ്റ് തലത്തിലുള്ള നേതാക്കളെ കാണാൻ വേണ്ടി ഇത്തരം ഒരു പരിപാടി വെച്ച് സംസ്ഥാന കമ്മിറ്റിയെ പ്രത്യേകം പ്രശംസിക്കാം. അവരുടെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് എടുത്ത തീരുമാനം അതനുസരിച്ച് ഇത് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിലും തെരഞ്ഞെടുക്കപ്പെട്ട ഫെഡറേഷനുകളുടെ യൂണിറ്റ് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പൊ അത്തരം
ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി താഴെ തട്ടിൽ എത്തിയിട്ട് സംസ്ഥാന നേതാക്കൾ പറയുമ്പോൾ അതിന് വലിയ ഗൗരവമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അതിന് നമ്മളൊക്കെ കാണുന്ന ഒരർത്ഥം വലിയ വലുതാണ്. അപ്പൊ എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും തൊഴിലാളികളുണ്ട് എന്ന് നമുക്കറിയാം. ഏത് മേഖല നോക്കിയാലും ഞാനിതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ, മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ, അത് രണ്ടും ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഏതാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഇല്ല, അതുകൊണ്ട് തന്നെ ആളുകളില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചാൽ സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞ് മത്സ്യത്തൊഴിലാളി യൂണിയൻ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകളാണ്, വിതരണത്തിന്റെ ആളുകൾ നമ്മൾ ഈ പെരുന്തൽമണ്ണയിൽ പരിസരത്ത് കണ്ടതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ മേഖലയും ചികഞ്ഞെടുത്ത് നോക്കിയാൽ അത്തരത്തിലുള്ള തൊഴിലാളികളെ കാണാൻ പറ്റും. ആ തൊഴിലാളി മേഖലയിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട് എന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി പറയാണ്. ചന്ദ്രിക പത്രം അതിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിയുന്ന എല്ലാ ആളുകളും ഒരു വർഷത്തേക്കുള്ള ചന്ദ്രിക വെക്കണം. അത് വളരെ വലിയ രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനായിട്ട് തന്നെ അത് ഞങ്ങൾ ഏറ്റെടുത്തി എന്നുള്ള നടക്കുന്ന സംസ്ഥാന SDU കമ്മിറ്റി പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഫെഡറേഷനുകൾ ഒന്നുകൂടി ഇടപെട്ടുകൊണ്ട് മാക്സിമം വരിക്കാരെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൂടി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നിർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ ഹിന്ദ്. തുടങ്ങുകയാണ്. ഇതില് ഇന്നത്തെ ഈ പരിപാടിയുടെ അവസാനം ഒരു കുടുംബ സംഗമം കൂടി ചേർത്തത് കൊണ്ട് നമ്മുടെ സഹോദരിമാരും മക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു അരമണിക്കൂർ നേരം നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ വേദിയിലേക്ക് വേണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. യൂണിറ്റ് റൈഡുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഉദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് നാസർ സാഹിബും ഇവിടെ സൂചിപ്പിച്ചു. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കാര്യം SDU സംസ്ഥാന കമ്മിറ്റി ചന്ദ്രികയുടെ പ്രത്യേക ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. തൊട്ടടുത്ത നമ്മുടെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ അതിഗംഭീരമായ രീതിയിൽ ചന്ദ്രികയുടെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി SDU സംസ്ഥാന കമ്മിറ്റിക്ക് അനുവദിച്ച ക്വാട്ട നിശ്ചിത സമയത്ത് തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് കൂടി ഇവിടെ അറിയിക്കുക. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയന് 28 യൂണിറ്റുകളാണ്. 28 യൂണിറ്റുകളാണ് അഫിലിയേഷൻ രേഖ പ്രകാരമുള്ളത്. നമുക്കത് പ്രകാരമേ സംസാരിക്കാൻ പറ്റും. 2024 അഫിലിയേഷൻ അടിസ്ഥാനത്തിൽ 28 യൂണിറ്റുകളാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ അഫിലിയേഷൻ നടത്തിയിട്ടുള്ളത്. അതിൽ നിർമ്മാണം, കർഷക തൊഴിലാളി, ചുമട്ടുതൊഴിലാളി, മോട്ടോർ തൊഴിലാളി, സ്ട്രീറ്റ് വെൻഡേഴ്സ്, തയ്യൽ, സെക്യൂരിറ്റി, അംഗൻവാടി, റിയൽ എസ്റ്റേറ്റ്, മത്സ്യവിതരണം. ഇനി ഒന്നുകൂടിയുണ്ട്. അത് തൊഴിലുറപ്പ് കുടുംബശ്രീ യൂണിയനാണ്. പക്ഷേ അത് ജില്ലാ തലത്തിൽ അഫിലിയേഷൻ നടത്തിയത് കൊണ്ട് പെരിന്തൽമണ്ണയിൽ ഒരു യൂണിറ്റായി ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അതിന് മെമ്പർഷിപ്പ് ഉണ്ട്, തൊഴിലാളികളുമുണ്ട്, യൂണിറ്റുകളുണ്ട്. ഇവിടെ വന്നത് പ്രകാരം 20 യൂണിറ്റുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് എത്തിയിട്ടുള്ളത്. 20 യൂണിറ്റുകളാണ് ഈ 28 ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തത്. 8 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. ആ വിവരം കൂടി നിങ്ങൾ അറിയിക്കുക. യൂണിറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. യൂണിറ്റുകൾക്ക് മ്യൂട്സ് ബുക്ക് വേണം. യൂണിറ്റുകളിൽ തൊഴിലാളികളുടെ രജിസ്റ്റർ വേണം. സാമ്പത്തിക ഇടപാട് നടത്തുന്ന യൂണിറ്റുകളാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് വേണം. ഇതെല്ലാം ഏത് സമയത്തും ഒരു തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ വന്ന് പരിശോധിക്കാം. നമ്മൾ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രജിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നവരല്ല. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം തൊഴിൽ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് തൊഴിലാളി സംഘടന. ഇപ്പൊ തൊഴിലാളി സംഘടനയ്ക്ക് എല്ലാ വർഷവും മെമ്പർഷിപ്പ് പുതുക്കണം, എല്ലാ വർഷവും അഫിലിയേഷൻ നടത്തണം, എല്ലാ വർഷവും വാർഷിക റിട്ടേൺ സമർപ്പിക്കണം. ഇത് മൂന്നും നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്ത തൊഴിലാളി സംഘടനയ്ക്ക് തൊഴിലുടമയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ അധികാരം, ഗവൺമെന്റ് വിളിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയുകയും
അപ്പൊ അതുകൊണ്ട് രജിസ്ട്രേഷൻ നമ്മൾ പുതുക്കണം. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിങ്ങളുടെ മണ്ഡലക്കാരനായ സി അബ്ദുൽ നാസർ. കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ കേരളത്തിലെ STUവിന്റെ കീഴിൽ 33,350 തൊഴിലാളികൾ. അന്ന് ജനറൽ സെക്രട്ടറിയാണ് നാസർ. എല്ലാ വർഷവും മെമ്പർഷിപ്പ് പുതുക്കി വാർഷിക റിട്ടേൺ സമർപ്പിക്കുന്നു. 200-ൽ കൂടുതൽ മെമ്പർമാരുള്ളത് കൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സഹിതം സമർപ്പിച്ചാണ് ആ വാർഷിക റിട്ടേൺ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിൽ നാസറിന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ തൊഴിലാളി യൂണിയനുകൾ വോട്ടും സെനറ്റ് മെമ്പറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം ട്രേഡ് യൂണിയനുകൾക്ക്. അതെങ്ങനെ വേണം? 2000-ൽ കൂടുതൽ മെമ്പർമാരുള്ള 3 വർഷം തുടർച്ചയായി ഇതൊന്നും എല്ലാം പുതുക്കി വരുന്ന ആളുകൾക്കാണ് വോട്ടവകാശം. അപ്പൊ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നിലയിലുള്ള സംഘടന പോലെയല്ല. അതുകൊണ്ടാണ് STUവിന് എല്ലാ കൊല്ലവും മെമ്പർഷിപ്പ് പുതുക്കുന്നത്. പലരും നമ്മളോട് ചോദിക്കും, മുസ്ലിം ലീഗിൽ 3 കൊല്ലം കൂടുമ്പോഴല്ലേ, യൂത്ത് ലീഗിൽ 4 കൊല്ലം കൂടുമ്പോഴല്ലേ, MSFിൽ നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഇതെന്തിനാ യൂത്ത് ലീഗ് STUവിൽ എല്ലാ കൊല്ലവും മെമ്പർഷിപ്പ് വരുന്നത് അഫിലിയേഷൻ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അഫിലിയേഷൻ തുക സംസ്ഥാന കമ്മിറ്റിക്ക് 10 രൂപയാണ്. ഒരു തൊഴിലാളി കൊല്ലത്തിൽ കൊടുക്കുന്നത് 10 രൂപയാണ്. ഒരു തൊഴിലാളി STU സംസ്ഥാന കമ്മിറ്റിക്ക് അഫിലിയേഷൻ ആയിട്ട് കൊടുക്കേണ്ടത് ഒരു കൊല്ലത്തിൽ 10 രൂപ, ഒരു മാസത്തിൽ 83 നയാ പൈസ. നിങ്ങൾ നോക്കണം, 83 നയാ പൈസയാണ് ഒരു മാസം ഒരു തൊഴിലാളി STU സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുന്നത്. മറ്റ് ട്രേഡ് യൂണിയനുകളിലെ തൊഴിലാളികളോട് നിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങളൊരു കൊല്ലത്തിൽ എത്ര രൂപ നിങ്ങളുടെ യൂണിയൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയല്ല. അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ബാക്കി കാര്യം. ആ 10 രൂപയുടെ പുറമെ ജില്ലാ കമ്മിറ്റിയുടെ 5, ഫെഡറേഷന്റെ മറ്റ് വിഹിതങ്ങൾ എല്ലാം കൂടി 20-25 രൂപയാണ് ഒരു കൊല്ലം ഒരു തൊഴിലാളി മെമ്പർഷിപ്പ് വിഹിതമായി. ഇനി നമ്മൾ യൂണിറ്റുകളിലേക്ക് വരാൻ കാരണം, ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞു സമ്മേളനവുമായി ബന്ധപ്പെട്ട് 83-ലൊക്കെ യൂണിറ്റുകളിലേക്ക് സന്ദർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂണിറ്റുകളിലേക്ക് നമ്മൾ ഇറങ്ങുക. കാരണം യൂണിറ്റുകളിലേക്ക് ഇറങ്ങുന്നത് എന്തിനാ? തൊഴിലാളിയുമായി നേരിട്ട് ബന്ധമുള്ളത് യൂണിറ്റ് ഭാരവാഹികൾ. നേരിട്ട് ബന്ധം, അവന്റെ സങ്കടങ്ങൾ, അവന്റെ പരാതികൾ, അവന്റെ സന്തോഷങ്ങൾ, അവന്റെ വിഷമങ്ങൾ എല്ലാം ആദ്യം പറയുക യൂണിറ്റ് ഭാരവാഹികളായി. അപ്പൊ യൂണിറ്റ് ഭാരവാഹികൾക്കാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും എല്ലാം അതിൻ്റെതായ രൂപത്തിൽ അറിയുക യൂണിറ്റ് ഭാരവാഹികൾക്കായി. അതുകൊണ്ടാണ് യൂണിറ്റ് ഭാരവാഹികളുമായി സംസ്ഥാന നേതൃത്വം സംവദിക്കുക. അതാണ് യൂണിറ്റ് പറയുന്നത്. ഇവിടെ നമ്മൾ ഹാജരെടുക്കും, പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുറത്ത് ആരും എഴുതിയതായിട്ട് കണ്ടിട്ടില്ല. എന്നാലും വളരെ പ്രധാനപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾ ഒഴികെ ജില്ലാ കമ്മിറ്റികളിലും മണ്ഡല കമ്മിറ്റികളിലും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഒഴികെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഘടനാപരമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് റൈഡ്. ഒരു ഉദ്ഘാടന പ്രസംഗവും അത്യാവശ്യം ആശംസാ പ്രസംഗങ്ങളും മാത്രമേ യൂണിറ്റ് റൈഡിനുള്ളൂ. പരമാവധി 3 മണിക്കൂറാണ് യൂണിറ്റ് റൈഡിന്റെ സമയം. അതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് യൂണിറ്റ് റൈഡ് വളരെ വ്യവസ്ഥാപിതമായ രീതിയിലാണ് യൂണിറ്റ് റൈഡ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റുകളുടെ പ്രവർത്തനം വ്യവസ്ഥാപിതമാകും. മിനിറ്റ്സ് വേണം. മിനിറ്റ്സ് ഇല്ലാതെ കടലാസിൽ ഒരു സംഘടന ഉണ്ടാവും. ഏറ്റവും പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ട്രഷറർ. ആ കടലാസ് ഒരു പക്ഷേ 40 പേജിന്റെ ഒരു നോട്ട് പുസ്തകത്തിലായിരിക്കും ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ആ നോട്ട് പുസ്തകം ഏതെങ്കിലും ഒരു ഭാരവാഹി കൊണ്ടുപോയിട്ടുണ്ടാവും. അടുത്ത യോഗം എപ്പോഴെങ്കിലും ചേരുമെങ്കിൽ ആ നോട്ട് പുസ്തകം ഉണ്ടാവും. അപ്പൊ പുതുതായിട്ട് 40 പേജ് ഉണ്ടാകും. അതിന് പകരം വ്യവസ്ഥാപിതമായി നമുക്ക് മിനിറ്റ്സ് വേണം. മിനിറ്റ്സ് എഴുതണം. തൊഴിലാളികളുടെ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ യൂണിറ്റ് കമ്മിറ്റികളുടെ പ്രവർത്തനം വ്യവസ്ഥാപിതമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനാ സംവിധാനം ശക്തമാകും. ഇത് ശക്തമാകണം. അതിനു വേണ്ടിയിട്ടാണ് യൂണിറ്റുകളിലേക്ക് STU സംസ്ഥാന നേതൃത്വം ഇറങ്ങി വരുന്നത്. ഇത് ഫസ്റ്റ് ഫേസാണ്, 1ാം ഘട്ടമാണ്. ഇതിന്റെ 2ാം ഘട്ടം നിങ്ങളെ മണ്ഡലാടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തുന്നതിന് പകരം നിങ്ങളുടെ യൂണിറ്റുകളിലേക്ക് നേരിട്ട് അവിടെ. അതാണ് ഇതിന്റെ 2ാം ഘട്ടം. സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം വ്യവസ്ഥാപിതമാക്കി, ജില്ലാ കമ്മിറ്റി വ്യവസ്ഥാപിതമാക്കുന്നു, യൂണിറ്റുകൾ വ്യവസ്ഥാപിതമാക്കും. ഇനി ഒരു കൂട്ടരുടെ നമ്മുടെ ഭാരവാഹികളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഈ യൂണിറ്റ് റൈഡ് തുടങ്ങിയതിനു ശേഷം ജില്ലകളിൽ പോയിട്ട് 8 ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനം പോയി. 8 ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനം പോയി. കാരണം ഞങ്ങൾ പരിശോധിച്ചു, ജില്ലാ കമ്മിറ്റികളുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ഹാജർ പരിശോധിച്ചു. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകളെ വിട്ടു. കാരണം അവർക്ക് ഇവിടെ വരാനുള്ള ഒഴിവില്ല. കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവരെങ്ങനെയൊക്കെ വരും, ആരെങ്കിലൊക്കെ എങ്ങനെയൊക്കെ 50 മെമ്പർഷിപ്പ് കൊടുത്ത് കൗൺസിലറായിട്ട് വരും, ആരെയൊക്കെ ഇടയ്ക്കൊണ്ട് പേര് പറയിപ്പിച്ച് ജില്ലാ ഭാരവാഹികളോട് പോകും. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. അത് നിയോജക മണ്ഡല കമ്മിറ്റികളിലുണ്ട്. പെരിന്തൽമണ്ണയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയോജക മണ്ഡലം ഭാരവാഹികളായിട്ടും ഫെഡറേഷന്റെ ജില്ലാ ഭാരവാഹികളായിട്ടും സംസ്ഥാന ഭാരവാഹികളായിട്ടും ആളുകൾ വരാറുണ്ട്. പിന്നെ മീറ്റിംഗൊന്നും അദ്ദേഹത്തെ കാണില്ല. 3 കൊല്ലം കഴിഞ്ഞ് അടുത്ത കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം പൊന്തി വരും. പരിശോധിച്ചപ്പോൾ 8 ജില്ലാ ഭാരവാഹികൾ, എസ്ക്യൂന്റെ ജില്ലാ ഭാരവാഹികളാണ് പറയുന്നത്, 8 ജില്ലാ ഭാരവാഹികൾ തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ലീവ് എന്ന് പറയുന്ന സംഗതിയില്ല. ലീവ് പറയുന്നുണ്ടല്ലോ, ലീവ് എന്ന് പറയുന്നത് ലീവില്ലല്ലോ. സിക്ക് ലീവും ക്യാഷ് ലീവും ഒന്നും നമുക്കില്ല. ആബ്സെന്റ്, അൺഓതറൈസ്ഡ് ആബ്സെന്റും അല്ലാത്ത ആബ്സെന്റ്, ഓതറൈസ്ഡ് ആബ്സെന്റ് അത്രയേ ഉള്ളൂ. എന്തായാലും 3 യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത 8 ജില്ലാ ഭാരവാഹികളെ ഓൺ ദ സ്പോട്ട് സംസ്ഥാന പ്രസിഡന്റ് നീക്കം ചെയ്തതായി പ്രഖ്യാപിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ തന്നെ. കാരണം അവരെ നീക്കം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എസ്റ്റിന് പുറത്താക്കല്ലേ ചെയ്തത്. അവർക്ക് ജില്ലാ ഭാരവാഹി യോഗങ്ങളിൽ വരാൻ ഒഴിവില്ല, സമയമില്ല. ഈ സമയമില്ലാത്ത ആളുകൾ വെറുതെ ബുദ്ധിമുട്ടിട്ട് നമ്മുടെ ജില്ലാ കമ്മിറ്റിക്ക് ഇരുത്തുന്നതിനാണ്. അവർക്ക് ചിലപ്പോൾ മണ്ഡല കമ്മിറ്റിക്ക് പോകാൻ സമയം ഉണ്ടാവും, യൂണിറ്റിന്റെ പ്രസിഡന്റായി കിട്ടുന്ന സമയം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾ വെറുതെ ഇതിൽ വന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ. പൊതുവെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാരവാഹികളും എന്നെ പോലത്തേക്ക് നമ്മുടെ പുത്തൂർ അഷറഫിനെ പോലത്തേക്ക് ആളുകൾ അഷറഫ് പേരാണെങ്കിൽ ഇതിന്റെ ഒക്കെ പുറമെ അഷറഫ് കൂട്ടായ്മയുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ. കാസർഗോഡ് എസ്റ്റിയുടെ ഒരു ജില്ലാ ഭാരവാഹി UP സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു. UP സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു എസ്റ്റിയുടെ ജില്ലാ ഭാരവാഹി. ആവശ്യം UP സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് എന്താ ഉള്ളത്? ആ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു. അങ്ങനെയും കുറെ ആൾക്കാർ. അപ്പൊ നമ്മള് സാധാരണ ഗതിയിൽ ഈ ജില്ലാ നേതൃത്വം, മണ്ഡലം നേതൃത്വം എന്ന് പറയുന്നതൊക്കെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ 4ാമത്തെ ട്രേഡ് യൂണിയന്റെ ജില്ലാ നേതൃത്വമാണ് നമ്മൾ എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഏതായാലും കൂടുതൽ പ്രസംഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിറ്റ് റൈഡിന്റെ ആദ്യത്തിലേക്ക് പോവുകയാണ്. മോട്ടോർ തൊഴിലാളി യൂണിയൻ കരിങ്കലത്താണ് യൂണിറ്റ്. മോട്ടോർ തൊഴിലാളി യൂണിയൻ കരിങ്കലത്താണ് യൂണിറ്റ്. മുഹമ്മദ് അലി കെ, മുഹമ്മദ് അബ്ബാസ്, ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഒരാളല്ലോ, ഒരാളുണ്ടല്ലോ. കൈവന്തി കരിങ്കലത്താണി ടൗൺ ഡ്രൈവേഴ്സ് യൂണിറ്റ്. നിങ്ങളുടെ എന്താണ്? മുഹമ്മദ് അലി. ഓക്കെ, മുഹമ്മദ് അലി. 99 61 77 പുതിയ 696 അല്ലേ? നിങ്ങളവിടെ മിൻസ് ഉണ്ടോ? മിൻസ് ബുക്ക് ഉണ്ടോ? ഉണ്ടല്ലോ. മിൻസ് കൃത്യമായി വിട്ടുകൊടുത്തില്ലല്ലോ. മോട്ടോർ തൊഴിലാളി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, അബ്ദുൽ ജബ്ബാർ ഷഫീഖ്, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി മോട്ടോർ ഉണ്ടല്ലോ. ഒന്നും കൂടെ എഴുതിയിട്ടില്ല. എന്തെങ്കിലും പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഘടനാപരമായിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം? മോട്ടോർ തൊഴിലാളി യൂണിയൻ വെട്ടത്തൂർ, മലപ്പുറം ജില്ല, വെട്ടത്തൂർ, അബു കാപ്പ് മുജീബ്.